നമ്മൾ ജീവിതത്തിൽ കുട്ടികളോട് പറയാം, നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മളെ രക്ഷിതാക്കൾ എന്തു തന്നെ പറഞ്ഞാലും വായ തുറക്കരുത്. അന്ന് ചീത്ത പറയാനായിട്ട്, അതായത് കുറ്റം പറയാനായിട്ട് വായ തുറക്കരുത്. ഒരു വാക്ക് പോലും, ജീവിതത്തിൽ ഒരു വാക്ക് പോലും രക്ഷിതാക്കളെ മോശമായി പറയാൻ വേണ്ടി വായ തുറക്കരുത്. ഷട്ട് യുവർ മൗത്ത്. ഓക്കെ? രക്ഷിതാക്കളെ പ്രാകരുത്, രക്ഷിതാക്കളെ ശപിക്കരുത്. എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് തന്നതെന്ന് ചോദിക്കരുത്. ഈ വീട്ടിൽ ജനിക്കണ്ടായിരുന്നു എന്ന് പറയരുത്. ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയരുത്. കിടുകിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാണ് എന്ന് പറയരുത്. എന്തിനാ ഞാൻ ഉപദേശിച്ചിരുന്ന നേരാവുള്ളതാണോ എന്ന് ചോദിക്കരുത്. അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കാണ് ഉള്ളിൽ നിന്നും രൂപപ്പെട്ട് വരുന്നതെന്ന് അറിഞ്ഞാൽ വായ തുറക്കരുത്, മിണ്ടരുത്. അപ്പൊ അവര് ചോദിക്കും, നിന്റെ വായൽ എന്താണ് കുത്തി തിരികെ വെച്ചിട്ടുള്ളത്, ഇത് തുറക്കടാ എന്ന് പറഞ്ഞാൽ പോലും തുറക്കരുത്. ഷട്ട് യുവർ മൗത്ത്. ഒരു വാക്ക് കൊണ്ട് പോലും അവരെ വിഷമിപ്പിക്കരുത്. അങ്ങനെ ഒരു പോളിസി ജീവിതത്തിൽ ഉണ്ടാവട്ടെ, അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം രക്ഷിതാക്കളെ അഭിനന്ദിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മളെ ഉമ്മമാരുടെ അമ്മമാരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ദോശ ചോദിച്ചാൽ ഏതെങ്കിലും അമ്മ ഒരു ദോശ എടുത്ത് തരുമോ? ഇല്ല, 2-3 എടുത്ത് തരുള്ളൂ. നിങ്ങൾ ചോദിച്ചത് ഒരു ദോശയാ, അല്ല അങ്ങനെയല്ലേ നിങ്ങളുടെ അനുഭവം? അമ്മ ഒരു ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് 2-3 വരും. പല കാര്യങ്ങൾക്കൊണ്ടായിരിക്കും. ഒന്നാമത് ആ പിശാചിന് ഒന്നൊന്നും പോരാ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് വീണ്ടും ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും 2-3 ദോശ വരെ. ഫാദറിനോട് പൈസ ചോദിച്ചാൽ എന്താ അവസ്ഥ? 1000 രൂപ ചോദിച്ചാൽ തരൂല്ലേ? 2000 തരാം. അത്രയും നല്ല ഫാദറൊന്നും നമുക്കില്ല. അമ്മയോട് ഒരു ദോശ ചോദിച്ചാൽ 2 തരും. ഫാദറിനോട്, അച്ഛനോട് 1000 ചോദിച്ചാൽ 2000 തരും തോന്നുന്നില്ല കേട്ടോ. തരുമോ? പെൺപിള്ളേർക്ക് തരും. മോളാണെങ്കിൽ കിട്ടും. ആൺകുട്ടികൾക്ക് പിന്നെ ചോദിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവർ ഇപ്പൊ കിടക്കുമ്പോൾ അത് എടുത്തോളും. ഫാദറിന് അറിയാം, അവൻ എണ്ണ അടിക്കാൻ പൈസ, പെട്രോളിൻ്റെ പൈസ, അവനിങ്ങനെ നിറയ്ക്കാനുള്ള പൈസയൊക്കെ എവിടുന്നോ കിട്ടുന്നുണ്ട്. അത് എൻ്റെ തന്നെ ആയിരിക്കും മിക്കവാറും. അത് നമ്മൾ എങ്ങനെ എടുക്കാറ്? അമ്മയോട് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കും, അല്ലേ? ഞാൻ ഈ ചോദിച്ചതിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ? അമ്മയോട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇരട്ടി കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്കൊരു സക്സസ് ഉണ്ടായാൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആളുടെ പേരായി പേരൻസ്.